കേരളത്തിൽ വളരെ സുലഭമായ പച്ചക്കപ്പ കൊണ്ടുള്ള ഒരു അടിപൊളി കേക്കാണിത്. കസാവ കേക്ക് എന്ന ഈ കേക്ക് വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. വീഡിയോ മുഴുവനായി കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ സന്തോഷം. ചാനലിലുള്ള മറ്റു ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോസും ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. കസാവ അല്ലെങ്കിൽ യുക്ക അല്ലെങ്കിൽ കപ്പ കൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. 1/2 കിലോ അല്ലെങ്കിൽ 1.1 പൗണ്ട് കപ്പ. ഇത് തൊണ്ട് കളഞ്ഞു കഴിയുമ്പോഴത്തേനും 1/2 കിലോ വേണം. അപ്പോൾ ഞാനിത് 600 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ട. ഈ മുട്ടയുടെ മഞ്ഞ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 1 ക്യാൻ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ 400 മില്ലി ലിറ്റർ തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ 13.5 ഔൺസ് ആണുള്ളത്. 1 ക്യാൻ യുവാപ്പറേറ്റഡ് മിൽക്ക്. 1 ക്യാൻ ഇത് 12 ഔൺസ് ആണുള്ളത്. 12 ഔൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 350 മില്ലി ലിറ്റർ വരും. 1 ക്യാൻ മധുരമുള്ള കണ്ടൻസ്ഡ് മിൽക്ക്. 1 ക്യാൻ ഇത് 14 ഔൺസ് ആണുള്ളത്. 14 ഔൺസ് അല്ലെങ്കിൽ 400 മില്ലി ലിറ്റർ. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ, 1 പിടി ഉണക്കമുന്തിരിങ്ങ, 2 ഔൺസ് അല്ലെങ്കിൽ 60 ഗ്രാം ബട്ടർ. ഈ കപ്പ കഴുകി ക്ലീനാക്കി തൊണ്ട് പൊളിച്ചെടുക്കാം. തൊണ്ട് പൊളിച്ചതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇനി ഈ കപ്പ നമുക്ക് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചിരണ്ടി എടുക്കാം. ഇതതിന്റെ പേര്. ഇത് കൂടാതെയാണ് നമ്മൾ ചിരണ്ടി എടുക്കുന്നത്. നമ്മൾ ആ കപ്പ മൊത്തം നല്ല തേങ്ങ ചിരണ്ടി എടുക്കുന്ന പോലെ ചിരണ്ടി എടുത്തു. ഇനി ഇതിന്റെ ആ നീരൊന്ന് ഞെക്കിപ്പിഴിഞ്ഞ് കളയണം. ആ എക്സസ് ആയിട്ടുള്ള ജ്യൂസ് ഒന്ന് ഞെക്കിപ്പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ബൗളിലേക്ക് ആ നീര് ഞെക്കിപ്പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ ബൗളിലേക്ക് ആ കപ്പ ഇടുന്നു. അങ്ങനെ ഇത് മൊത്തം നമുക്ക് നീര് ഞെക്കിപ്പിഴിഞ്ഞിട്ട് ഈ ബൗളിലേക്ക് വരാം. അങ്ങനെ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത കപ്പ മൊത്തം ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ എക്സസ് ജ്യൂസ് കളഞ്ഞെടുത്തു. ഒരു ചെറിയ പാൻ അടുപ്പ് വെച്ച് അത് ചൂടാകാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 2 ഔൺസ് അല്ലെങ്കിൽ 60 മില്ലി ലിറ്റർ ബട്ടർ ചേർക്കുക. എന്നിട്ട് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബട്ടർ ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഈ ഉണക്കമുന്തിരി ഇടുക. എന്നിട്ട് ആ ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരുന്നിടം വരെ നമ്മൾ ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. എന്നിട്ട് ഇത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് കോരിയെടുത്തു. ആ വറുത്ത് കോരി ഉണക്കമുന്തിരി നമുക്ക് ഈ കപ്പയിലേക്ക് ചേർക്കാം. അതുപോലെ ആ മുന്തിരിങ്ങ വറക്കാൻ എടുത്ത ബട്ടറും ഇതിനകത്തേക്ക് ചേർക്കുക. ആ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഈ ഇവാപ്പറേറ്റഡ് മിൽക്കും കോക്കനട്ട് മിൽക്കും നല്ലപോലെ കുലുക്കി മിക്സ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഈ തേങ്ങാപ്പാലിന്റെ 1/4 ഭാഗം, അതായത് 300 ml ഇതിലേക്ക് ഒഴിക്കുന്നു, അല്ലെങ്കിൽ 10 ഔൺസ്. ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇത് 12 ഔൺസ് ആണുള്ളത്. ഇതിന്റെ 1/4 ഭാഗം, അതായത് 9 ഔൺസ് അല്ലെങ്കിൽ 270 ml അത് ഇതിലേക്ക് ഒഴിക്കുന്നു. അതുപോലെ ഈ കണ്ടൻസ്ഡ് മിൽക്കും നമ്മൾ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് 14 ഔൺസ് ആണുള്ളത്. അതിൽ നമ്മളൊരു 10 ഔൺസ് അല്ലെങ്കിൽ ഇതിന്റെ 1/4 ഭാഗം 300 ഗ്രാം അതും ഇതിലേക്ക് ചേർക്കുന്നു. ആ 2 മുട്ടയുടെ ഉണ്ണി മാത്രം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉണ്ണി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിന്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ മുട്ടയുടെ ഉണ്ണി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. നല്ല ഈവൻ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഒരു ഹാൻഡ് മിക്സർ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവന് ഒരു 350 ഡിഗ്രിയിൽ ഫാരൻഹീറ്റിൽ റീഹീറ്റ് ചെയ്യാം. 350 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യും, നല്ല ഈവനായിട്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ തടവുക. നല്ലപോലെ എല്ലായിടത്തും ബട്ടർ തടവണം. എന്നിട്ട് ഈ കേക്ക് ബാറ്റർ ഈ ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആ കേക്ക് ബാറ്റർ മൊത്തം നമ്മൾ ഈ ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു. ഏകദേശം 1 ഇഞ്ച് കനത്തിൽ. ഇത് 9 ഇഞ്ച് റൗണ്ടുള്ള ബേക്കിംഗ് പാനാണ്. ഓവൻ ഇവിടെ പ്രീഹീറ്ററായി 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ വെച്ച് 1 മണിക്കൂർ മുതൽ 1 മണിക്കൂർ 10 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. 1 മണിക്കൂർ ആദ്യം ടൈം സെറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അന്നേരം മോള് നല്ലപോലെ വെന്തില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ ടൈം സെറ്റ് ചെയ്യുക. നമ്മുടെ കേക്ക് അവിടെ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ ഫ്ലവർ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് ചേർത്ത് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ആയിരിക്കുന്ന 2 മുട്ടയുടെ മഞ്ഞക്കരു നമുക്ക് എടുക്കാം. അങ്ങനെ രണ്ടാമത്തെ മുട്ടയുടെ മഞ്ഞക്കരു ഈ ബൗളിലേക്ക് ഇട്ടു. ഇനി പാലിൽ മിക്സ് ചെയ്ത ഫ്ലവർ ഇതിലേക്ക് ചേർക്കുക. ഇനി മിക്സ് വരുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുക. ആ 4 കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കുക.
ആ ബാക്കിയുള്ള 4 ഇവാപറേറ്റർ മിൽക്ക് ഇതിനകത്ത് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്ക് ചെയ്തപ്പോൾ നല്ലപോലെ ബേക്ക്ഡ് ആയില്ല. അതുകൊണ്ട് ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് വയ്ക്കാം. ഈ കേക്കിന്റെ ടോപ്പിംഗ് മിക്സ് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം, നല്ല ഈവനായിട്ട്. 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അത് ബേക്കായി. അപ്പം നമുക്ക് ഓവന് ഓഫ് ആക്കാം. എന്നിട്ട് കൈ കൊള്ളാതെ കെയർഫുള്ളായിട്ട് ഈ കേക്കിനെ ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. ഇപ്പം നമുക്ക് കാണാം ആ കേക്ക് നല്ലപോലെ കുക്ക്ഡായെന്ന്. മുകളിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലിരിക്കുന്നു. ആ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തെടുത്തിട്ട് ഇപ്പം തയ്യാറാക്കി വെച്ച് ടോപ്പിങ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച ടോപ്പിങ് മൊത്തം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പം നമ്മുടെ ഓവന് 350 പ്രീ ഹീറ്റഡ് ആയിട്ടുണ്ട്. ഇനി 25 മുതൽ 35 മിനിറ്റ് വരെ 350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ഈ ടോപ്പിംഗ് കുക്കാകാൻ വയ്ക്കുക. നല്ല ഗോൾഡൻ കളറിൽ ടോപ്പിംഗ് സോൾഡ് ആയി കഴിയുമ്പോൾ ഇത് റെഡിയാവും. 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആയില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വെക്കുക. ആ ടോപ്പിംഗ് വെച്ച് ഒരു 35 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് ഓഫാക്കാം. ഇത് നല്ല ഒരുമാതിരി തിക്കായിട്ട് ടോപ്പിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് 35 മിനിറ്റ് വെക്കേണ്ടി വന്നത്. ആ ടോപ്പിങ്ങും ചേർത്ത് 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓവനിൽ നിന്ന് എടുത്തു. ഇതിപ്പോൾ നല്ലപോലെ ടോപ്പിങ്ങും ഒക്കെ കുക്കായിട്ടുണ്ട്. ഗോൾഡൻ കളറിൽ മുകളിലിരിക്കുന്നു. അവിടെ ഇവിടെ ഓരോ ബ്രൗൺ സ്ട്രേക്സും സ്പോട്സും ആയിട്ട്. ഇനി ഇത് നമുക്ക് കൂൾ ഡൗൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് കട്ട് ചെയ്യാവുള്ളൂ. നമ്മുടെ കപ്പ കൊണ്ടുള്ള കേക്ക് അല്ലെങ്കിൽ കസാവ കേക്ക് അല്ലെങ്കിൽ യുക്ക കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും താഴെ കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക്